കേരളത്തിലെ ജനങ്ങൾക്ക് അരിയില്ല, നല്ലൊരു വീടില്ല, വാഹനം കൊണ്ടുപോകാൻ നല്ലൊരു റോഡില്ല. കിട്ടുന്ന അരിയിൽ മുഴുവൻ റേഷനരിയാണേ, അതിൽ മുഴുവൻ ഈ പ്രാണികളും പുഴുക്കളും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ആ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ആട്ടമാവില്ലേ, അത് അരിച്ചപ്പോൾ അതിൻ്റെ അകത്ത് മുഴുവൻ പുഴുവാണെന്ന്. ഇത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ മന്ത്രി രാജീവ് അണ്ണയില്ലേ, അണ്ണൻ പറയുന്നത് ഒന്ന് കേട്ടിട്ട് വന്നോ നിങ്ങൾ. ലോകത്തെ വണ്ടികൾ ഇപ്പോൾ ഓടുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരുവനന്തപുരത്തിൽ നിയന്ത്രിക്കാം. കേട്ടല്ലോ, പുതിയ ടെക്നോളജി വരുന്നു. അതായത് നമുക്ക് കഞ്ഞി കുടിക്കാൻ അരിയും, നമുക്ക് ആഹാരം കഴിക്കാനോ നമ്മുടെ നിത്യാവശ്യങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നമുക്ക് ബെൻസ് കാറ്, ഓഡി കാറും പിന്നെ BMW. എനിക്ക് ഈ കാറിൻ്റെ പേരുകളൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് ആ കൂടെ അറിയാന്നുള്ള ഒരു സ്വിഫ്റ്റ് കാറാണ്, അതെൻ്റെ വീട്ടിലുള്ളത് കൊണ്ട്. ബാക്കി കാറുകളെ കുറിച്ചൊന്നും എനിക്ക് കേട്ടിട്ടുള്ളതിൽ പിടിപാടൊന്നും എനിക്ക് ഈ ഇലക്ട്രോണിക് സാധനത്തെക്കുറിച്ച് ഇല്ല. അതുകൊണ്ട് അണ്ണ അതങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരേണ്. പുതിയ ടെക്നോളജിയൊക്കെ കൊണ്ടുവരുന്നുണ്ടോ നിങ്ങളത് കാണണം, കേൾക്കണം, നിങ്ങളത് മനസ്സിലാക്കണം. തിന്നാൻ കുടിക്കാൻ പൈസ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എരന്നാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഈ ടെക്നോളജി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ആഹാരം ഇല്ലെങ്കിലും, റോഡിൽ മുഴുവൻ കുഴിയാണെങ്കിലും, റേഷനരി കിട്ടിയില്ലെങ്കിലും, നിങ്ങൾക്ക് ലൈഫ് മിഷൻ വഴി വീട് വെക്കാനുള്ള പൈസ തന്നില്ലെങ്കിലും ഈ ടെക്നോളജി അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വയറ് നിറയും, എല്ലാം കിട്ടും. ഓക്കെ, അപ്പം ടെക്നോളജി എന്താണെന്ന് പറയണ്ടേ? അണ്ണൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ, ഒന്ന് ചുരുക്കിക്കൂടെ പറഞ്ഞുതരാം. ഓട്ടോമോട്ടീവ് ടെക്നോളജി, ഇതാണ് അണ്ണൻ്റെ സർക്കാരിൻ്റെ പുതിയ കണ്ടുപിടുത്തം. നമുക്കറിയാം, പാവങ്ങളെ ഈ 4 ലക്ഷം രൂപ, നമ്മളെല്ലാം പാവങ്ങളാണ്. ഈ 4 ലക്ഷം രൂപയ്ക്ക് ഈ ലൈഫ് മിഷനിൽ വീട് വെക്കാനൊക്കെ പാവം കിടന്ന് ഓടി മരിച്ച് ആ 4 ലക്ഷം രൂപ കൊണ്ട് എന്ത് വീടുണ്ടാക്കാനാണ്? പിണറായിയുടെ ഒരു സ്വിമ്മിംഗ് പൂളിന് വരെ ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത്. പിണറായി ഒരു മരപ്പട്ടി വീടിൻ്റെ അകത്ത്, ക്ലിഫ് ഹൗസിൻ്റെ അകത്ത് കയറിയെന്നും പറഞ്ഞ് ലക്ഷങ്ങൾ ചിലവാക്കിയാണ് അത് നന്നാക്കിയത്. എന്നിട്ട് 4 ലക്ഷം രൂപയാണ് പാവങ്ങൾക്ക് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അതും കയറി ഇറങ്ങി അയത്തുകളെ ഊപ്പാട് വരുമ്പോഴാണ് ആ 4 ലക്ഷം രൂപ ഒന്ന് കിട്ടണത്. എന്നിട്ട് എത്ര ആ വീട് ചോർന്നൊലിച്ച് ആ വീടിന് എന്തെങ്കിലും ഇതുണ്ടോ? അതും ഇല്ല. ആ ലൈഫ് മിഷൻ പദ്ധതിക്ക് ഒരു 5-6 ലക്ഷം രൂപ കൂടി. ഇനിയിപ്പോൾ ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതും പേര് പറച്ചിൽ മാത്രമേ ഉള്ളൂ, കിട്ടാനൊന്നുമില്ല. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തരത്തൊന്നുമില്ല. അപ്പോൾ ഈ ഓട്ടോമോട്ടീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള വണ്ടികൾ ഓടുന്നത് തിരുവനന്തപുരത്തിരുന്ന് നിയന്ത്രിക്കാൻ പറ്റും. അതായത് ലോകത്തെവിടെയും വണ്ടികൾ ഓടിയാൽ നമുക്ക് തിരുവനന്തപുരത്തിരുന്ന് ഒറ്റ പ്ലക്ക് നിയന്ത്രിക്കാം. ആ വണ്ടി അവിടെ നിൽക്കട്ടെ, അവിടെ നിന്ന്. അതായത് ട്രംപ് ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. അപ്പം നമ്മൾ പറയാണ് ട്രംപിൻ്റെ വണ്ടി അവിടെ നിന്നോട്ടെ. ഇതാണല്ലോ വലിയ കാര്യം നമുക്ക് കേരളത്തിലുള്ളവർക്ക്. ഇപ്പം ട്രംപ് അവിടെ നിൽക്കും. ഇനി റഷ്യൻ പ്രസിഡന്റ് ആണെങ്കിലോ വ്ളാഡിമിർ പുടിൻ അവിടെ നിൽക്കും. മറ്റ് ആരൊക്കെയാണ്? ഇനി പാകിസ്ഥാനല്ലേ നമ്മുടെ ശത്രു രാജ്യം. അസീം മുനീർ ആ വണ്ടി അങ്ങോട്ട് ആക്സിലേറ്റർ ഇട്ട് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു സ്വിച്ച് അമർത്തും, ഓട്ടോമോട്ടീവ് ടെക്നോളജി. അവിടെ നിൽക്കും വണ്ടി. അതാണ് നമ്മുടെ ലോകത്തെ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഓട്ടോമോട്ടീവ് ടെക്നോളജിയാണ്. അതാണ് സർക്കാർ നമുക്ക് തന്നത്, പ്രത്യേകിച്ച് രാജീവണ്. അണ്ണാ കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം പറഞ്ഞു. അണ്ണ അമ്മച്ചാണ് സത്യം രോമാഞ്ചം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് മലമറിച്ച് ചെയ്ത് തരണത്? ഇതൊക്കെ എങ്ങനെ സാധിക്കണണ്ണാ നിങ്ങളെ കൊണ്ടേ പറ്റൂ. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഏതൊക്കെ കാർ? കാരണം സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ബെൻസ്, പാവപ്പെട്ടവൻ്റെ ബെൻസ്, പാവപ്പെട്ടവൻ്റെ ഓടി, പാവപ്പെട്ടവൻ്റെ BMW. കാരണം നമ്മളെയൊക്കെ വീട്ടിലെ നമുക്കൊക്കെ കഞ്ഞി കുടിക്കാനും പിന്നെ കയറിക്കിടക്കാനും കിടപ്പാടില്ലെങ്കിലും നമ്മളൊക്കെ BMW, ഓടിയും ബെൻസും ഒക്കെ വാങ്ങിച്ചല്ലേ ജീവിക്കുന്നത്. അന്നാ ടെക്നോളജി വളരട്ടെണ്ണ. നിങ്ങൾ വളരാൻ ഒരിക്കലും സമ്മതിക്കാത്ത ആളുകളായിരുന്നു. ഇപ്പം എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് അറിയില്ല, എങ്കിലും വളർന്നോട്ടെ, ഞങ്ങൾക്കതിൽ ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾ തിരുവനന്തപുരത്തിരുന്ന് പിന്നെ എന്താ പറയുക നിയന്ത്രിക്കുകയോ, കണ്ണൂരിരുന്ന് നിയന്ത്രിക്കുകയോ, കാസർഗോഡിരുന്ന് നിയന്ത്രിക്കുകയോ, നിങ്ങൾക്ക് പറ്റുന്ന അവിടങ്ങളിലെല്ലാം ഇരുന്ന് നിയന്ത്രിക്കുക. പക്ഷേ ഞങ്ങൾക്കിതൊന്നും അല്ല ആവശ്യം. ആ സാമൂഹ്യക്ഷേമ പെൻഷൻ ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കുക, ആ വിധവാ പെൻഷൻ ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കുക, റേഷൻ കടയിലെ സാധനങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. 5 കിറ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ കൃത്യമായ സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കി കൊടുക്കുക. സാധാരണക്കാരൻ ഇതൊക്കെയാണ് ആവശ്യം. അല്ലാതെ BMW, ബെൻസും ഓടിയൊക്കെ അവിടെ ചെന്നിരുന്ന് ഇവിടെ ചെന്നിരുന്ന് നിയന്ത്രിക്കുക. സത്യമായിട്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ABCD അറിയില്ല അണ്ണ, അതാണ് സത്യം. അണ്ണ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അണ്ണൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കണം. വീട്ടിലിരിക്കണ അച്ചിയല്ലേ,
അണ്ണ എവിടെ പോകണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ഭരിക്കണം എന്നൊക്കെ നിയന്ത്രിക്കുന്നത്. അതുപോലെയൊക്കെ തന്നെ ഞങ്ങളെയൊക്കെ വീട്ടിലും. അല്ല, ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല. വല്ല ആനുകൂല്യങ്ങളും ഉണ്ടോ, അത് കൃത്യമായി കിട്ടാൻ വല്ല വഴിയും ഉണ്ടോ, അതിനെക്കുറിച്ച് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഇനി തിരുവനന്തപുരത്തിരുന്നിട്ട് ജർമ്മനിയിൽ ഓടുന്ന കാറുകൾ നിയന്ത്രിക്കാൻ പറ്റും. എൻ്റെ അമ്മേ, ചൈന പറ്റുമോ അണ്ണാ? ചൈന പറ്റൂലല്ല. ചൈന നിങ്ങൾക്ക് നിയന്ത്രിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ, ചങ്കിലല്ലേ ചൈന. ജർമ്മനിയിലെയൊക്കെ കാറുകൾ ഇനി ഇവിടെ ഇരുന്ന് നിയന്ത്രിക്കാം. കണ്ടുപിടുത്തമൊക്കെ അപാര കണ്ടുപിടുത്തമാണ്. ആ കിഴക്കേ കോട്ടയിലൊക്കെ ആണെങ്കിൽ നിരന്തരം ബ്ലോക്കുകളെന്നും പറഞ്ഞ് ഒരു കോടികൾ ചെലവാക്കി ഒരു ഫ്ലൈ ഓവർ കെട്ടിയിട്ട് അവിടെ ഇപ്പം ഇല്ലാത്ത കാര്യങ്ങളില്ലെന്നാണ് പറയുന്നത്. ആണും പെണ്ണും ചേർന്ന് കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ആളുകൾക്ക് പോലും ആ വഴി നടക്കാൻ പറ്റണില്ല എന്ന് പറയുന്നു. ഗതാഗത കുരുക്ക് കാരണം മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റും. കാരണം ഇവിടെ ഇരുന്ന് വല്ലതും ഈ ഓട്ടോമോട്ടീവ് ടെക്നോളജി വെച്ചിട്ട് ഇവിടെ ഇരുന്ന് വല്ലതും ഈ കാറുകളെ നിയന്ത്രിക്കാനും ഈ വായുഗുളിക വാങ്ങാൻ പോണവന്മാരെയൊക്കെ പിടിച്ചു നിർത്താൻ വല്ല സ്വിച്ചും ടെക്നോളജിയും കണ്ടുപിടിച്ചിട്ടുണ്ടാണ്? അല്ല, ചോദിക്കണോണ്ടാണ്. ഒന്നും മനസ്സിലാവണില്ല അണ്ണാ, എന്തൊക്കെയാണ് ഈ പറഞ്ഞു വെക്കണേന്ന് ഞങ്ങൾക്കും അമ്മച്ചിയാണ് മനസ്സിലാവണില്ല. അപ്പോഴാണ് ആലോചിക്കുന്നത്, ഈ കേരള ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ടേ, കേട്ടിട്ടുണ്ടോ? ആവാൻ വഴിയില്ല. അവിടെ നിന്ന് കുറെ ഈ ഓട്ടോകളൊക്കെ ഇറക്കി ആളുകളെ പറ്റിച്ചു കൊടുത്തു. ഇതുങ്ങളെല്ലാം ഇപ്പം ആകാശവും ഭൂമിയും ഇല്ലാതെ ഈ തൃശങ്കൂല് നിൽക്കുകയാണ്. അതിൻ്റെ കാര്യത്തിൽ വല്ലതും ഒന്നുമില്ല, പറയാനൊന്നുമില്ല. ബെൻസ്, അതിൻ്റെ കാര്യത്തിൽ ചോദിച്ചപ്പം വേറെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അതായത് ബെൻസിൻ്റെയും മറ്റേ ഓഡിയുടെയൊക്കെ ഫ്രണ്ടിൽ വയ്ക്കുന്ന സൗണ്ടുകളും ശബ്ദങ്ങളൊക്കെ മാറ്റി കേൾക്കാനുള്ള പുതിയ സംവിധാനം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെന്ന്. പാവങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കാര്യങ്ങൾ, ടാക്സി തൊഴിലാളികളെ കാര്യങ്ങൾ, പാവപ്പെട്ട തൊഴിലുറപ്പ് ജോലിക്കാരെ കാര്യങ്ങൾ, ഹരിതകർമ്മസേനയുടെ കാര്യങ്ങൾ, ഇതിലൊന്നും ആനുകൂല്യം നിങ്ങൾക്ക് ഒരു 5 രൂപ കൂട്ടി കൊടുക്കാനും ഒന്നും പറ്റൂല അന്ന്. നമുക്ക് ഓട്ടോമാറ്റിക് ടെക്നോളജി ആണോ എന്ന്. പിന്നെ എന്തോന്ന്, ഓട്ടോമോട്ടീവ് ഹബ്ബ്, അത് നല്ലതാണ്. ഇതിനിടയ്ക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഹബ്ബ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതൊക്കെ അതൊക്കെ നിന്ന മദ്യ ഹബ്ബ്, പിന്നെ പിന്നെ എഡ്യൂക്കേഷൻ ഹബ്ബ്, പിന്നെ പിണറായി ഹബ്ബ്, അല്ല പിണറായി ഹബ്ബ് അല്ലല്ലോ, മറ്റേ ആ ഹബ്ബിൻ്റെ പേരെന്തായിരുന്നു? ഈ രാത്രി IT ജോലി കഴിഞ്ഞവർക്ക് രാത്രി മദ്യം കുടിച്ച് അവർക്ക് ഇത് ആശ്വസിക്കാനും സന്തോഷിക്കാനും പറഞ്ഞൊരു ഹബ്ബ് തുടങ്ങിയിട്ടുണ്ടല്ലോ. പേരും മറന്നു. എമ്മാരെ ഈ ഓരോ സംഭവങ്ങൾ കേട്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കണോണ്ടായിരിക്കും ആ പേര് ഞാൻ അങ്ങോട്ട് മറന്നുപോയി. പിന്നെ വേറെ ഒന്ന്, പിന്നെ ഇപ്പൊ ഈ MDMA ഹബ്ബ്, കഞ്ചാവ് ഹബ്ബ്, പിന്നെ വേറെ എന്തൊക്കെ പേരുള്ള എന്തൊക്കെയോ പേരുകളുണ്ട്. പിന്നെ വീണാമേട ഹബ്ബ്, അല്ല വീണാമേട ഹബ്ബ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കെട്ടിടങ്ങൾക്ക് ആരോഗ്യ മേഖലയിലെ ഹബ്ബാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം വികസിച്ച് ഇങ്ങനെ വന്നിരിക്കുകയല്ലേ. ആ ഹബ്ബ്, ഈ ഹബ്ബ്, മറ്റേ ഹബ്ബ് എന്നാൽ ഈ ഹബ്ബൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതൊന്നും ആവശ്യമില്ല അണ്ണാ. നിങ്ങൾ മറ്റേ ഈ ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടല്ലോ, നമ്മുടെ ലൈഫ് മിഷൻ, അതിൻ്റെ പേര് പറഞ്ഞാണല്ലോ നിങ്ങൾ ഈ വോട്ട് പിടിച്ചാണ് നടക്കണത്. അതിൽ 5 രൂപ കൂട്ടാൻ പറ്റുമോ? അതൊരു 10 ലക്ഷം, ഒരു 7 ലക്ഷമെങ്കിലും ആക്കി കൊടുക്കാൻ പറ്റുമോ? വിധവാ പെൻഷൻ ഒരു 500 രൂപ കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ? സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരു 1000 രൂപ കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെയൊക്കെ കൊണ്ടൊരു 500 രൂപയ്ക്ക് ഒരു ദിവസം ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ 3-4 മാസം ഇട്ട് ഉരുട്ടി കൊടുക്കണ പെൻഷൻ കൊണ്ടാണ് ഈ പാവങ്ങൾ ജീവിക്കണത്. പറ്റുമോ? കാരണം കടം കയറി മുടിഞ്ഞ് മുപ്പാരെടുത്തിരിക്കുകയാണ്. ഒരു ഭാഗ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇനി ഇപ്പൊ AI കുറിച്ച് അങ്ങ് തലയ്ക്ക് മീതെ ഇല്ലാത്ത വർത്താനമാണ് പറയണത്. AI കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. ഈ AI നിങ്ങൾക്ക് തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്ന സാധനമല്ലേ, തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന സാധനമല്ലേ. നിങ്ങൾ ഈ എല്ലാ ടെക്നോളജിയും വെറുത്ത് വിരോധമാക്കിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് എപ്പോഴാണ് അണ്ണാ ഈ ഓട്ടോമോട്ടീവ് ടെക്നോളജിയൊക്കെ വല്ലാത്തൊരു ജീവിതം തന്നെ. എന്നാ പാവങ്ങൾക്ക് തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് പറയുന്നത്. അതിൻ്റെ അവസാന നേതാവ് മരിച്ച്, ഇനിയുള്ളത് മുതലാളി വർഗ പാർട്ടി നേതാക്കളാണെങ്കിലും ചോദിക്കുകയാണ്, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ജീവിക്കാൻ വേണ്ടി കിടന്ന് നെട്ടോട്ട് ഓടുന്ന സാധാരണക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് വല്ലതും പറയും. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ അതിനെക്കുറിച്ച് വല്ലതും പറയും. അല്ലാത്തതൊന്നും ആളുകൾക്ക് വലിയ താല്പര്യമില്ല. ഞങ്ങൾ ജർമ്മനിയിലിരുന്ന, ചൈനയിലിരുന്ന, പാകിസ്ഥാനിൽ, തിരുവനന്തപുരത്തിരുന്ന, കോട്ടയത്തിരുന്ന, പാലയിലിരുന്ന, എന്തുവാണെങ്കിലും നിയന്ത്രിച്ചോളൂ. ഞങ്ങളതൊന്നും ചോദിക്കാൻ പറഞ്ഞില്ല. പാവങ്ങൾക്ക് വല്ലതും തരി.